സുന്ദരീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പോലെ തന്നെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് കമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ ഒക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെ കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആക്കാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ആവുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതൊരു മീ ടൈമുമാണ്. അത് മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട ആവശ്യം വരാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ വിൻ്റർ ടൈം, സമ്മർ ടൈം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ ഈ വിൻ്ററിൽ ചെറിയ ചെറിയ ഹാക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ സ്കിൻ കെയറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഞാൻ വിൻ്റർ ടൈമിൽ മാത്രമല്ല ത്രൂ ഔട്ട് ദി ഇയർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വിറ്റമിൻ സി സിറം. അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആയിട്ട് നിർത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എസ്പെഷ്യലി വിൻ്റർ ടൈമിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഭയങ്കര ഡൾ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ വിറ്റമിൻ സി സിറം കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. വിറ്റമിൻ സി എന്ന് പറയുന്നത് അതിൽ ആൻറ്റി ഓക്സിഡൻസും അതേപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല വളരെ കോൺസെൻട്രേറ്റഡ് ആണ്, എന്നാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും, എന്നാൽ നമ്മുടെ സ്കിന്ന് വല്ലാണ്ട് ഓയിലി ആക്കി അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്, എന്നാൽ നല്ല ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ത്രൂ ഔട്ട് ദി ഇയർ എസ്പെഷ്യലി വിൻ്റേഴ്സിൽ വിറ്റമിൻ സി സിറം എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിറ്റമിൻ സി എന്ന് പറയുന്നത് ഗാർണിയർ സ്കിൻ നാച്ചുറൽസ് ബ്രൈറ്റ് കംപ്ലീറ്റ് 30x വിറ്റമിൻ സി ബൂസ്റ്റർ സിറമാണ് കേട്ടോ. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ വീഡിയോസിൽ 1-2 തവണയെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യണതാണ്. ഒരു ബോട്ടിൽ ഞാൻ ഫുള്ള് യൂസ് ചെയ്തിട്ട് ഇത് 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. ഇത് 50 ml ബോട്ടിലാണ്. ഫസ്റ്റ് തന്നെ എടുത്ത് പറയുന്നത് ഇത് വളരെയധികം ക്ലീൻ ഫോർമുലേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും അതേപോലെ തന്നെ സ്കിൻ ടോണിനും അതേപോലെ തന്നെ സ്കിൻ ടെക്സ്ചറിനും പറ്റിയിട്ടുള്ള ഒരു വിറ്റമിൻ സി സിറമാണ്. അപ്പോൾ ഗാർണിയർ സ്കിൻ നാച്ചുറൽസിൽ 30x ടൈംസ് മോർ വിറ്റമിൻ സി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടും അതേപോലെ തന്നെ സ്പോട്ട്ലെസ് ആയിട്ടുള്ള സ്കിൻ തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 ദിവസത്തിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഒറ്റൊരു വാക്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളത് ഇത് എൻ്റെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കാനായിട്ട്, ആ ഡൾനെസ് ഒക്കെ ഉണ്ടാവല്ലോ അതൊന്ന് മാറിയിട്ട് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സൾഫേറ്റ്സ് ഇല്ല, പാരബൻസ് ഇല്ല, കുറേ കൂടി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ലൈക്ക് യൂസു, ലെമൺ അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വിച്ച് ഇസ് ബാക്ക്ഡ് ബൈ സയൻസ് ടോ. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. പിന്നെ ഒരു ഡ്രോപ്പർ ഉണ്ട് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു മിൽക്കി വൈറ്റ് ആയിട്ടുള്ള ഒരു ജെല്ലി ലിക്വിഡി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഉള്ളിലേക്ക് ഇങ്ങനെ അബ്സോർബ് ആവും എന്നുള്ളതാണ്. എന്തെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ടെന്നൊന്നും തോന്നില്ല, പെട്ടെന്ന് തന്നെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ഇൻസ്റ്റൻ്റ്ലി തന്നെ ഒരു ബ്രൈറ്റൻഡ് എഫക്റ്റ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ വിറ്റമിൻ സി ആയതുകൊണ്ട് എന്താ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ യൂസ് ചെയ്യാന്നുള്ളതാണ്. രാവിലെ നമുക്ക് സിറം യൂസ് ചെയ്യാം, പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, പിന്നെ സൺസ്ക്രീനും കൂടി ഇടാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ രാത്രി 2 തവണ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. രാത്രി ആകുമ്പോൾ എഗെയിൻ സിറം ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. മറ്റ് സിറംസ് പോലെയല്ല, വിറ്റമിൻ സി നമുക്ക് രാവിലെ യൂസ് ചെയ്താലും വിത്ത് സൺസ്ക്രീൻ, മോയ്സ്ചറൈസറും സൺസ്ക്രീനിൻ്റെ മസ്റ്റാണ്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം റെഗുലർ യൂസ് വേണം. നമുക്ക് റെഗുലറായിട്ട് കുറച്ചധികം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. എസ്പെഷ്യലി ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ ഇൻസ്റ്റൻ്റ്ലി ബ്രൈറ്റ്നസ് ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഗാർണിയർ ബ്രൈറ്റ് വിറ്റമിൻ സി സിറം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് 3 സൈസസിൽ വരുന്നുണ്ട് കേട്ടോ. 15 ml ഉണ്ട്, 30 ml ഉണ്ട്, അതേപോലെ തന്നെ 50 ml ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 ml 225 rupees, 30 ml 449 rupees, അതേപോലെ തന്നെ 50 ml 875 rupees ആണ്. അപ്പോൾ നമുക്ക് ചെറിയ സൈസുള്ളത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ 15 ml നോക്കാവുന്നതാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക ഈ 50 ml മേടിക്കുന്നതാണ്. 50 ml മേടിക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി
കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുകയും 65% മോർ വിറ്റമിൻ സി ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിക്ക് ഇത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ചോയ്സ് ആണ്, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുക 50 ml ബോട്ടിൽ മേടിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ്റെ കാര്യം നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവണം, നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം വിറ്റമിൻ സി സിറം എടുക്കുക. എന്നിട്ട് ജസ്റ്റ് 3 to 4 ഡ്രോപ്സ് മാക്സ് അത്ര മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം, ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി തന്നെ അത് കംപ്ലീറ്റ്ലി സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാം നമുക്ക് കഴുത്തിലും അപ്ലൈ ചെയ്യേണ്ടതാണ്. കാരണം കഴുത്തിലാണ് ആദ്യം പ്രായം അറിയുക. അപ്പോൾ ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ നമുക്ക് യൂസ് ചെയ്യാം, രാത്രി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് അധികം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ റിസൾട്ട് കാണാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഐ ഹൈലി റെക്കമെൻഡ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമുക്കൊരു വിറ്റമിൻ സി സിറം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഗാർണിയർ സ്കിൻ നാച്ചുറൽ ബ്രൈറ്റ് കംപ്ലീറ്റ് 30x വിറ്റമിൻ സി ബൂസ്റ്റർ സിറം നമുക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കും. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് വിറ്റമിൻ സി സിറം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ടെക്സ്ചർ ആണെങ്കിലും ശരി, എൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിലും ശരി, ഭയങ്കര സ്മൂത്ത് ആണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്ന രീതിയാണെങ്കിലും ശരി, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തരുന്ന റിസൾട്ടും ഉണ്ടല്ലോ, അതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വിൻ്റർ ടൈമിൽ നമുക്ക് മേജർലി വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാലിൽ വിണ്ട് കീറുക എന്നുള്ളതാണല്ലേ. എനിക്ക് നല്ലോണം വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ ഫുഡ് എക്സ്ഫോളിയേറ്റർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഡെയിലി കുളിക്കുന്ന സമയത്ത് ഒന്ന് നമുക്കിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതിയാവും. അതല്ല കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അത് ഇലക്ട്രിക്കലി, അതായത് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അതും മേടിക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ രണ്ടിലേത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അത് യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കാലിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഏതെങ്കിലും പെട്രോളിയം ജെല്ലി അത് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് സോക്സ് ഇട്ടിട്ട് രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാലിലെ വിണ്ടുകീറലൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വിൻ്റർ ടൈമിൽ നമ്മളൊന്ന് എക്സ്ട്രാ കെയർഫുള്ളായിട്ട് ഇത് ഡെയിലി ചെയ്യാം കേട്ടോ. അതായത് വിണ്ട് കീറുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. വിൻ്റർ ടൈം അല്ലെങ്കിൽ സമ്മർ ടൈം ആണെങ്കിലും ശരി, കാല് നല്ല വൃത്തിയിൽ സൂക്ഷിച്ചാൽ അത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് വിണ്ട് കീറലൊക്കെ വന്ന് കാലൊക്കെ പൊട്ടി പിന്നീട് അത് ഓക്കെ, പിന്നെ നമുക്ക് ക്യൂർ ചെയ്യാം. അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഇങ്ങനെ ഒരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ക്ലീനായിട്ടും നീറ്റായിട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ കാല്. നമ്മുടെ ബോഡിയിലെ സ്കിന്ന് നല്ലോണം ഈ സമയത്ത് ഇങ്ങനെ വരണ്ട് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് പ്രത്യേകിച്ചിട്ടോ, ഞാൻ കാണിച്ചു തന്നിട്ടില്ല, എൻ്റെ സ്കിന്നൊക്കെ പീൽ ഓഫ് ചെയ്ത് തുടങ്ങും. എനിക്ക് വിൻ്റർ ടൈമിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ DIY ആയിട്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഗ്ലിസറിൻ മേടിക്കുക. ഗ്ലിസറിനും അതേപോലെ റോസ് വാട്ടറും രണ്ടും കൂടി ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കുക. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് കുളി കഴിഞ്ഞ് അപ്പം തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. പക്ഷെ ചിലർക്ക് ഈ ഗ്ലിസറിൻ്റെ ഒട്ടൽ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുളിക്കണേക്കാട്ടിന് ഒരു മണിക്കൂർ മുമ്പൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. എങ്ങനെയാണെങ്കിലും റെഗുലർ ബേസിസിൽ നമുക്ക് ഈ DIY ഗ്ലിസറിൻ റോസ് വാട്ടർ ഇത് ഭയങ്കര നല്ലതാണ്. ഞാൻ ഏതോ ഒരു ഇതിൽ കണ്ടതാണ്. എന്ന് വെച്ചാൽ ഞാനും കണ്ടു, അമ്മയും കണ്ടു. അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, ഇത് യൂട്യൂബിൽ ആരോ പറയണ കേട്ടതായിരുന്നു. നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര എഫക്റ്റീവ് ആണെന്ന് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. വളരെ ചിലവ് ചുരുക്കി ഏറ്റവും നന്നായിട്ട് നമ്മുടെ ബോഡിയിലെ സ്കിൻ നമുക്ക് മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാൻ പറ്റുന്ന സൂപ്പർബായിട്ടുള്ളൊരു DIY ആണ് കേട്ടോ. ഗ്ലിസറിനും റോസ് വാട്ടറും രണ്ട് ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്താൽ മതിയേ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സും ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ടൈമാണല്ലോ. ലിപ്സ് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരണ്ട് വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് DIY ആയിട്ട് വീട്ടിൽ തന്നെ ഈസിലി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നെയ്യില്ലേ, അതാണ് ഏറ്റവും എളുപ്പം. നെയ്യ് എടുക്കുക, എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വീട്ടിൽ തന്നെയാണ് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമുക്ക് പറ്റുന്നോ അപ്പോഴൊക്കെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടോ ഒരു തരത്തിൽ ദോഷവും ചെയ്യുന്നില്ലല്ലോ. വളരെ എളുപ്പമാണ്. കുറച്ച് നെയ്യ് എടുക്കുക, അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ പാൽപ്പാട അപ്ലൈ ചെയ്യാവുന്നതാണ്. പാൽപ്പാട പിന്നെ നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. നമ്മൾ പാല് തിളപ്പിച്ചിട്ട് മുകളിലൊരു പാടയായിട്ട് വരില്ല, അത് എടുത്തു വെച്ചാൽ മതി. അത് എടുത്തു വയ്ക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ആക്ച്വലി ലിപ് ബാമിനെക്കാളും കുറേ കൂടി എഫക്റ്റീവ് ആവും. പക്ഷേ ലിപ് ബാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ലിപ്സിനൊരു കളർ തരുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഒരു മേക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ നെയ്യ് അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ പാൽപ്പാട അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ ലിപ്സ് ഈ വിൻ്റർ ടൈമിൽ നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. അതിലെനിക്ക് കുറേ മാസ്കുകൾ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് തൈര് യൂസ് ചെയ്തിട്ടുള്ള മാസ്ക്. അപ്പോൾ തൈരിൽ ഞാൻ
കൂടുതലും മിക്സ് ചെയ്യുക ഇതാണ് ഓറഞ്ചിൻ്റെ തൊലിയുടെ പൗഡറില്ലേ. അപ്പം അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ പൊടിച്ചിട്ട് അത് നാട്ടിൽ നല്ല വെയിലുണ്ടായിരുന്ന സമയത്ത് ഉണക്കി പൊടിച്ച് കൊണ്ടുവന്നതാണ്. നമ്മൾ സാധാരണ ഓറഞ്ചാണ്, പക്ഷെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക തോല്, എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തൈരിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക റെഗുലറായിട്ട്. എന്ന് വെച്ചാൽ ആഴ്ചയിലൊരു 2 തവണ മാക്സിമം 3 തവണ അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല റിസൾട്ട് തോന്നുന്ന ഒന്നാണ്. അപ്പോൾ ഈ തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കും കേട്ടോ. ഒട്ടും തന്നെ സ്കിന്നിനെ വലിഞ്ഞും മുറുക അങ്ങനെ ഉണ്ടാവില്ല. മിക്കവാറും നമുക്ക് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഈ വിൻ്റർ ടൈമിൽ ഈ മുൾട്ടാണി മിട്ടി ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. കൂടുതൽ ഓറഞ്ച് പീൽ പൗഡറാണ് യൂസ് ചെയ്യുക. ടാൻഡ് ആവുകയാണെങ്കിൽ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യും. പക്ഷേ സ്കിന്നിന് ആ ഒരു ഹൈഡ്രേഷനും ബ്രൈറ്റ്നെസ്സും ഒക്കെ തരാൻ വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യുക ഓറഞ്ച് പീൽ പൗഡർ ഇല്ലേ. അത് ഇപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ മേടിച്ചാൽ മതി, ഓൺലൈനായിട്ടും കിട്ടും. അതും കേർഡും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും കേട്ടോ. പിന്നെ ഇനി നമുക്ക് മുടിയുടെ കാര്യം എടുക്കാം കേട്ടോ. ഇപ്പോൾ മുടി ഡ്രൈ ആവുന്നതും ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മുടിയുടെ ഡ്രൈനെസ് മാറാനായിട്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളത് തേങ്ങാപ്പാലിൻ്റെ മാസ്കാണ്. നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. നമുക്ക് തലേദിവസം തന്നെ തേങ്ങാപ്പാൽ എടുക്കുക, എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തേങ്ങാപ്പാൽ കട്ടിപ്പാലില്ലേ അത് മേളിൽ വന്ന് നിൽക്കും. അപ്പോൾ അതെടുത്തിട്ട് അങ്ങനെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ മുടിയിലേക്ക് അത് നല്ലോണം സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലവറിൽ മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് ആക്കാം. നമ്മളത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് കോൺഫ്ലവറിൽ മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് ആക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ നമുക്ക് മുടിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നൊരു മാസ്ക്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്കാൽപ്പിലേക്ക് വേണ്ടിയിട്ടാണ്. സ്കാൽപ്പ് നമുക്ക് സാധാരണ എണ്ണ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തണുപ്പ് പറ്റുമെങ്കിൽ ഈ സമയത്ത് വരുന്ന ഡാൻഡ്രഫ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൈര് അപ്ലൈ ചെയ്യാവുന്നതാണ് തലയിൽ. മുഖത്തിന് അതേപോലെ തൈര് തലയ്ക്കും നല്ലതാണ്. പക്ഷേ തണുപ്പ് പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ തണുപ്പ് പറ്റുമെങ്കിൽ തലയോട്ടിയിൽ തൈര് അപ്ലൈ ചെയ്യണം നല്ലതാണ്. ലെമൺ ജ്യൂസും നല്ലതാണ്. പക്ഷെ അത് വളരെ ശ്രദ്ധിച്ച് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എടുക്കണം. ഒട്ടും അധികം ആവാൻ പാടില്ല. വളരെ ഒരു ലേശം മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതും വല്ലപ്പോഴും മാത്രമാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് ഒഴിവാക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അടുത്തത് ഔട്ട്ഫിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ വിൻ്റർ ടൈമിൽ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട 1-2 എണ്ണം എന്ന് പറയുന്നത് ഒന്ന് ഹൂഡിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹൂഡി നമ്മുടെ കയ്യിൽ ഒരെണ്ണെങ്കിലും എന്തായാലും വേണം. ഇൻ കേസ് അതില്ലെങ്കിൽ മേടിച്ച് വെക്കും കേട്ടോ. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൂഡി കൊണ്ട് നടക്കാം. നമ്മൾ സാധാരണ ടീഷർട്ടും ജീൻസും ഒക്കെ അണിയിച്ചാലും ഈ തണുപ്പുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഹൂഡി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ചില്ലായിട്ട് ഇരിക്കുമ്പോൾ അത് ഓക്കെയാണ്. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും നമുക്ക് ഈ വിൻ്റർ ടൈം ആണെങ്കിൽ കുറച്ചുകൂടി തണുപ്പുണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ രാവിലെ നേരങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ തല മൂടാൻ വേണ്ടിയിട്ട് പ്രത്യേക തൊപ്പിയൊന്നും വേണ്ട, ഹൂഡി വെച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഒരു ഹൂഡി വേണ്ടത് മസ്റ്റായിട്ടുള്ള സംഗതിയാണ്. വിൻ്റർ ടൈമിൽ മാത്രമല്ല, ത്രൂ ഔട്ട് നമുക്കത് ഉള്ളത് വളരെ നല്ലതാണ്. പക്ഷേ ഇൻ കേസ് ഒരു ഹൂഡി ഇല്ലെങ്കിൽ മേടിച്ച് വെക്കണേ. അതേപോലെ തന്നെ ടേർട്ടിൽ നെക്ക് ടീഷർട്ട് ജസ്റ്റ് ഇവിടെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ മടങ്ങി നിൽക്കണേ അതില്ലേ, അത് ഒരു ബ്ലാക്കും ഒരു ന്യൂഡും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എൻ്റെ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഒരു ഗ്രീനും ഉണ്ട്. ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത്, രാത്രിയാണെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് ഹൂഡിയും ജീൻസും ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ ടീഷർട്ടും ജീൻസും കൂടി ഇട്ടിട്ട് ഹൂഡി കയ്യിൽ വെക്കാം, നമുക്ക് തണുക്കാണെങ്കിൽ ഇടാം. ഇത് രണ്ടും മസ്റ്റായിട്ടുള്ള കാര്യം. ഇതൊരു വിൻ്റർ എസെൻഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇൻ കേസ് ഇത് രണ്ടും ഇല്ലെങ്കിൽ രണ്ടും മേടിച്ച് വയ്ക്കും. നമുക്ക് ഈ സമയത്ത് ഔട്ട്ഫിറ്റ്സ് സ്റ്റൈൽ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അത് മാത്രമല്ല നമുക്കതിനെ സമ്മർ ടൈമിലേക്കും കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഹൂഡിയും എന്നുവെച്ചാൽ സമ്മർ ടൈം ആണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ രാത്രി ചില്ലായിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒക്കെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിലൊരു ഹൂഡി ഉണ്ടാവും. ഇൻ കേസ് ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വിൻ്റർ ടൈമിൽ മാത്രമല്ല പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പക്ഷേ വിൻ്റർ ടൈമിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് സ്റ്റോക്കിങ്സ് കേട്ടോ. അപ്പോൾ സ്റ്റോക്കിങ്സ് ഇപ്പോൾ ഈ വർഷം വളരെ ട്രെൻഡായിട്ടുള്ളതാണ്. വളരെ തിക്കായിട്ടുള്ള സ്റ്റോക്കിങ്സ് ഉണ്ടല്ലോ. നമ്മൾ ആമസോൺ ഔട്ട്ഫിറ്റ് ഹാളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് തണുപ്പുള്ള സമയത്ത് ചെറിയ ഡ്രസ്സസ് എങ്ങനെ സ്റ്റൈൽ ചെയ്യേണ്ടേ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ ഡ്രസ്സസ് ഇടാൻ നമുക്ക് ചമ്മലാണെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് തേർമൽ പോലത്തെ സ്റ്റോക്കിങ്സ് ഉണ്ടല്ലോ, തിക്കായിട്ടുള്ള, അത് നമുക്ക് സ്കിൻ കളറിലുള്ളത് മേടിക്കാൻ കിട്ടും കേട്ടോ. അതിടാവുന്നതാണ് ഷോർട്ട് ഡ്രസ്സ് ആണെങ്കിൽ. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സ്റ്റോക്കിങ്സ് പെയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ മീത് ബ്ലാക്ക് സ്റ്റോക്കിങ്സ് പെയർ ചെയ്യണമെങ്കിൽ പെയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ 2 തരത്തിൽ വരുന്നതുണ്ട്. സ്കിൻ കളറിൽ മാത്രമല്ല, സ്കിൻ പ്ലസ് ബ്ലാക്ക് കളറിൽ വരുന്നതുണ്ട്. പക്ഷേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്തവണ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഡ്രസ്സസൊക്കെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ എസ്പെഷ്യലി ഗോവയിൽ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ ഡിന്നറിനൊക്കെ പോയില്ലേ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഷോർട്ട് ഡ്രസ്സ് ഇടുമ്പം തണുക്കും. അങ്ങനെ വെച്ചാൽ രാത്രി സമയത്ത് ഈ വർഷം ഗോവയിൽ രാവിലെ രാത്രി തണുപ്പുണ്ടായിരുന്നു, പകൽ
ചൂടാണ് കേട്ടോ. രാവിലെ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യും, ഈ സ്റ്റോക്കിങ്സ്, തിക്കായിട്ടുള്ള സ്റ്റോക്കിംഗ് യൂസ് ചെയ്യും. അതിൻ്റെ മീതെ നമ്മൾ ഇത് സ്റ്റോക്കിംഗ് വേണമെങ്കിൽ സ്റ്റോക്കിംഗ് യൂസ് ചെയ്യും, ലൈറ്റ് ആയിട്ടുള്ളത്. ഇതുണ്ടല്ലോ ശരിക്കും നല്ലതാണ്. സ്റ്റോക്കിംഗ് നമുക്ക് ഒരെണ്ണം മേടിച്ച് വയ്ക്കണം, നല്ലതാണ്. ഈ വിൻ്റർ ടൈം അല്ലെങ്കിൽ സമ്മർ ടൈമിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് അത്ര കംഫർട്ടബിൾ എല്ലാം തോന്നുമ്പോൾ സ്റ്റൈൽ ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10th ഹാക്ക് അല്ലെങ്കിൽ ടിപ്പ് അല്ലെങ്കിൽ ഒരു സജഷൻ അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു റുട്ടീൻ ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് സ്കിൻ കെയർ ആണെങ്കിലും ശരി, ഹെയർ കെയർ ആണെങ്കിലും ശരി, അത് നമ്മളെ ഒരുപാട് ലോങ് റണ്ണിലേക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ റാൻഡമായിട്ട് ചില ദിവസം സ്കിൻ കെയർ ചെയ്തിട്ട് അതങ്ങ് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗുണം ഉണ്ടാവില്ല. അത് ഹെയർ കെയറിൻ്റെ കാര്യത്തിലും അതെ. ഞാൻ പറഞ്ഞില്ല, ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഒരു ജേർണി പോലെ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്കിന്നിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാ സൺസ്ക്രീൻ ഇടുന്നത്? സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ, അതായത് ടാൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മാത്രം ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ, എപ്പോഴും ഇടണ്ടേ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ട്. വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റെഗുലർ യൂസേജ് വേണം കേട്ടോ. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. കുഞ്ഞൊരു സ്കിൻ കെയർ റുട്ടീൻ മതി കേട്ടോ. ഒരുപാട് 100 പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ളതൊന്നും വേണ്ട. ജസ്റ്റ് രാവിലെ ആണെങ്കിൽ ഒരു 3 പ്രോഡക്ട്സ്, രാത്രി ആണെങ്കിൽ 2 പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി. ഒരു റുട്ടീൻ അങ്ങനെ ഫോളോ ചെയ്യുക. അതേപോലെ ഹെയറിൻ്റെ കാര്യത്തിലും റുട്ടീൻ അങ്ങനെ ഫോളോ ചെയ്യുക, റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ചസിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ സ്കിൻ കെയറിലാണെങ്കിലും ഹെയർ കെയറിലാണെങ്കിലും എന്നാൽ നമുക്ക് നമ്മുടെ സ്കിൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു വിൻ്റർ ഹാക്ക് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇത് ആക്ച്വലി ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന ഹാക്ക് എന്നും കൂടി പറയാൻ പറ്റില്ല കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കുട്ടി ബെല്ലൈക്കുണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.